ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 3 ആക്ടിവിറ്റീസാണ്. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ബൂസ്റ്റിങ്ങിനും പിന്നെ അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ പിന്നെ ലെറ്റർ ഐഡൻറ്റിഫിക്കേഷൻ അതിനൊക്കെ നന്നായിട്ട് ഉപകരിക്കുന്ന 3 അടിപൊളി ആക്ടിവിറ്റീസാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 2 ആപ്പിൾ വരച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈ ലെറ്റേഴ്സിൽ സെയിം ലെറ്റേഴ്സ്, രണ്ടിലുള്ള ലെറ്റേഴ്സ് അവരെ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ എ എഴുതിയിട്ടുണ്ട്, ഓൾസോ ഇവിടെയും എ ഉണ്ട്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എ ഇവിടെയും സെയിം ആയിട്ട് എ എന്ന് എഴുതരുത്. അപ്പോൾ അവർക്ക് ഐഡൻറ്റിഫിക്കേഷൻ എളുപ്പമായിരിക്കും. പിന്നെ അതേപോലെ കളേഴ്സും ഡിഫറെൻറ്റ് കളേഴ്സും ഉപയോഗിക്കാം. അപ്പോൾ അവർക്ക് കളേഴ്സ് കൂടി ഇതിനൊപ്പം പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറയാം. എ ഉണ്ടോ? അപ്പോൾ യെസ് എ. അപ്പോൾ എ ഇവിടെ എഴുതാനായിട്ട് പറയാം. അതുപോലെ ജി ഇവിടെ ഉണ്ടോ? യെസ് ജി. അപ്പോൾ ജി. അതുപോലെ ഇപ്പോൾ ക്യൂ ഇവിടെ ഉണ്ടോ? ഇല്ല, ക്യൂ ഇല്ല. അപ്പോൾ ക്യൂ പറ്റില്ല. അങ്ങനെ രണ്ടിലും സെയിം ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് ഇത് കുറച്ച് ട്രിക്കിയാണ്. അവർക്ക് നന്നായിട്ട് സമയം ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ഒരുപാട് സമയം നമുക്ക് എടുക്കാം. ഈ ടി വിയും ഫോണൊക്കെ ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ടാവും, ലോക്ക്ഡൗണിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഐ ഹാൻഡ് കോർഡിനേഷനും എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. ഒപ്പം തന്നെ അവരുടെ ടൈമും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്പേഴ്സിൻ്റെയാണ്. ഇവിടെ 2 സ്റ്റാർസ് വരച്ചിട്ടുണ്ട്, അതിൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ സെയിം നമ്പേഴ്സ് രണ്ടിലുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സെയിം നമ്പർ സെയിം ഈ ഒരു കോണിൽ എഴുതരുത്, വേറെ കോണിൽ എഴുതിയിട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒന്ന് ട്രിക്കി ആവും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും, പിന്നെ അവർ നന്നായിട്ട് നോക്കും. അപ്പോൾ ഇതിലൂടെ നമുക്ക് നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ കളേഴ്സ്, ഐ ഹാൻഡ് കോർഡിനേഷൻ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ എഴുതാനായിട്ട് പറയാം. അപ്പോൾ ഇതിൽ രണ്ടിലും സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സ് 5 വരും. പിന്നെ വരുന്നത് 3 വരും. പിന്നെ 4 പിന്നെ 8 1. ഓക്കെ, 3 നമ്പേഴ്സാണ്. അപ്പോൾ അവരിത് മുഴുവൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അവർക്കൊരു സ്റ്റാറൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അവരെ എൻജോയ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുക. അപ്പോഴാണ് കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോപ്പറായ രീതിയിൽ 1 2 3 എഴുത്, അല്ലെങ്കിൽ നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. പിന്നെ നമുക്കും അത്ര വലിയ കഷ്ടപ്പാടുണ്ടാവില്ല പഠിപ്പിക്കാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ 3 ട്രീസ് വരച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറയേണ്ടത് 3ലും സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയും. അപ്പോൾ ഞാനിവിടെ 3ലും സെയിം ആയിട്ട് എഴുതിയിരിക്കുന്നത് 3 എന്ന നമ്പറാണ്. 3. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പർ അല്ലെങ്കിൽ 2 നമ്പറായിട്ട് എഴുതാം. ഞാനിപ്പോൾ 1 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്പർ എഴുതുമ്പോൾ വെറൈറ്റി കളേഴ്സ് ഉപയോഗിക്കുക, ഒപ്പം തന്നെ ഒരേ സ്ഥലത്ത് എഴുതാതിരിക്കുക. അപ്പോൾ 3 ഇവിടെ ആണെങ്കിൽ 3 ഇവിടെ, പിന്നെ 3 ഇവിടെയാണ്, വേറെ കളേഴ്സിലുമാണ്. അപ്പോൾ അവർക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടമുണ്ടാവും. അപ്പോൾ അവരുടെ ഒരുപാട് ടൈം നമുക്കിതിലൂടെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. അപ്പോൾ ഇവിടെ 5 ഉണ്ടോ എന്ന് ഒരുപാട് സെർച്ച് ചെയ്യും, കാരണം രണ്ടിലും ഉണ്ടല്ലോ. നമുക്കിത് എളുപ്പമായിട്ട് തോന്നും, പക്ഷേ കുട്ടികൾക്കത് കുറച്ചുകൂടി കഷ്ടമായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരുപാട് ടൈം എടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നമ്മൾ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുമായിരുന്നു പറഞ്ഞിട്ടൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ 5. അപ്പോൾ 5 ഇല്ല. അപ്പോൾ 5 ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പറയാം. 1 ഇതിലുണ്ട്, 1 ഇതിലില്ല, ഇതിലുണ്ട്. അപ്പോൾ 1 പറ്റില്ല. ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പറയാം. 4
ഇതിലില്ല, ഇതിലുണ്ട്. അപ്പോൾ 4 പറ്റില്ല. അങ്ങനെ. അപ്പോൾ 3 ഇതിലുണ്ട്, 3 യെസ്. അപ്പോൾ നമ്പർ 3 ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ബാലൻസ് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് പറയാം അവരിനോട്. അപ്പോൾ അവർ ഒരുപാട് നേരം വരുന്ന ഇങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചോളും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 3 ആക്ടിവിറ്റീസും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കുക ചെയ്യാനായിട്ട്. ഇത് എളുപ്പമാണ്, വലിയ ടൈമൊന്നും നമുക്ക് ആവശ്യമില്ല ചെയ്യാനായിട്ട്. അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച്.